ഹയർ സെക്കൻഡറി വിഭാഗം കേരള നടന മത്സരം യഥാർത്ഥത്തിൽ നടന്നത് ഒന്നാം വേദിയുടെ ഇടതുവശത്താണ്. രക്ഷിതാക്കളും അധ്യാപകരും പങ്കാളികളായി. മാർക്കിട്ടതാകട്ടെ സംഘാടകരും. അവസാനം എ ഗ്രേഡോടെ കപ്പടിച്ചത് കളി കണ്ടുനിന്ന ഒരു പോലീസേമാനാണ്. നവരസങ്ങളുമായി പലരും ഉറഞ്ഞാടി. ലാസ്യഭാവത്തിലെത്തി വീരവും കരുണവും. ബീഭത്സ രസങ്ങളിലൂടെ പകർന്നാടിയ സംഘാടകർ കുട്ടികളെ ചെറുതൊന്നുമല്ല വെള്ളം കുടിപ്പിച്ചത്. 4ാം ക്ലസ്റ്ററിൽ മത്സരിക്കേണ്ട പ്രതിഭകൾ കൃത്യസമയത്ത് തന്നെ ഒന്നാം വേദിയിലെത്തിയിരുന്നു. രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോഴാണ് ചുമതലക്കാരൻ പറഞ്ഞത് ക്ലസ്റ്റർ 2ലായിരുന്നു നിങ്ങളെന്ന്. 5 പേർ കൂടെ ഒരുപോലെ എന്തായാലും ഒരു തെറ്റ് വരുത്തില്ലെന്ന് അറിയാമല്ലോ. ഒരാൾക്ക് തെറ്റാണ് പറയാം, ആ ഒരാളുടെ തെറ്റാണ്. 5 പേർക്ക് ഒരുപോലെ തെറ്റുകാരുടെ ഞങ്ങളുടെ മാത്രം തെറ്റുള്ള പ്രോഗ്രാം കമ്മിറ്റിയുടെ തെറ്റല്ല. പോരെ പൊടിപൂരം. ലാസ്യഭാവത്തിൽ നിന്നിരുന്ന കുട്ടികളും ഒപ്പമെത്തിയവരും ഉറഞ്ഞുതുള്ളി. പ്രശ്നം പരിഹരിക്കാൻ പലവട്ടം ചർച്ചകൾ നടന്നു. സമയം പോയതല്ലാതെ ഒരു ഗുണവുമുണ്ടായില്ല. കേരള നടനമാടാൻ അനുവദിക്കില്ലെന്നായി വെല്ലുവിളി. സംഘർഷഭരിതമായതോടെ പോലീസ് കളത്തിലിറങ്ങി. ഇതിനിടയിലൂടെ വാർത്തയെടുക്കാൻ വന്ന മാധ്യമപ്രവർത്തകനുമേൽ കാണികളിലൊരാൾ കൈവച്ചു. അതോടെ ഒച്ചയും ബഹളവും തുടങ്ങി. അവസാനം ഉന്തിലും തള്ളിലും കലാശിച്ചു. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഓടിയെത്തി. രംഗം കൊഴുക്കുന്നത് കണ്ട് കുട്ടികളും രക്ഷിതാക്കളും കളം കാലിയാക്കി വേദി വിട്ടിരുന്നു. ആനന്ദ് ആലന്തറയ്ക്കൊപ്പം റാഹിസ് റഷീദ്, ടീം മീഡിയ 1.